രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ഒരു പാർട്ടിയിലെ നേതാക്കന്മാരെന്ന് പറയുന്നത് ബി.ജെ.പി. ആണെന്ന് തോന്നും. കാരണം കോൺഗ്രസ് നേതാക്കൾ മനസ്സിൽ കാണുമ്പോൾ ബി.ജെ.പി. നേതാക്കൾ മാനത്ത് കണ്ടു തന്നെ അവർ പ്ലാൻ എ, പ്ലാൻ ബി എല്ലാം അവർ നടപ്പിലാക്കി കഴിയും. നിലവിൽ ബി.ജെ.പിയെ താഴെ ഇറക്കാൻ, അതായത് തിരുവനന്തപുരം നഗരസഭയിൽ നിന്നും ബി.ജെ.പിയെ താഴെ ഇറക്കാൻ ശപഥം ചെയ്തിരിക്കുകയാണ് ശബരിനാഥും അതോടൊപ്പം തന്നെ CPM. അതിനുള്ള തന്റെ ഇടമുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുന്ന തിരിച്ച് ബി.ജെ.പിയും വെല്ലുവിളിച്ചിരിക്കുകയാണ്. എന്തായാലും ഇന്ന് നഗരസഭ ഒരു സംഘർഷ ഭരിതമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുൻകൂർ അനുമതിയില്ലാതെ തുടർച്ചയായി 3 യോഗങ്ങളിൽ പങ്കെടുക്കാത്ത സാഹചര്യത്തിൽ വാഴോട്ടുകോണം കൗൺസിലറായ സുഗതനെ അയോഗ്യനാക്കണമെന്ന ആവശ്യവുമായാണ് LDF-ഉം UDF-ഉം രംഗത്തെത്തിയതോടെ യോഗം പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. 1994 കേരള മുനിസിപ്പാലിറ്റി നിയമത്തിലെ 91-ാം വകുപ്പ് പ്രകാരം അനുമതിയില്ലാതെ തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ അംഗത്തിന് അയോഗ്യത കൽപ്പിക്കാൻ വ്യവസ്ഥയുണ്ട്. ഈ നിയമം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്നത്തെ യോഗത്തിൽ സുഗതൻ പങ്കെടുത്തില്ലെങ്കിൽ അദ്ദേഹത്തെ അയോഗ്യനാക്കി കോർപ്പറേഷൻ സെക്രട്ടറി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകേണ്ടി വരും. എന്നാൽ അയോഗ്യത ഒഴിവാക്കുന്നതിനായി കഴിഞ്ഞ 6 മാസമായി അവധി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ സുഗതൻ നൽകിയിട്ടുണ്ട്. ഈ അവധി അപേക്ഷ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ മേയർ അവതരിപ്പിക്കും. കൗൺസിലിന് അവധി അപേക്ഷ അംഗീകരിക്കാൻ അധികാരമുണ്ടെങ്കിലും തുടർന്നുള്ള പരാതികളിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനമാകും അതീവ നിർണായകമാകുന്നത്. പരാതിയുമായി ആരെങ്കിലും കമ്മീഷനെ സമീപിച്ചാൽ ഏത് സാഹചര്യത്തിലാണ് അവധി അംഗീകരിച്ചതെന്ന് ബോധ്യപ്പെടുത്തണം. ബന്ധപ്പെട്ട കക്ഷികളുടെ ഭാഗം കേട്ട് കമ്മീഷനാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ കാപ്പ ചുമത്തി ജയിലിലടയ്ക്കുന്ന നടപടിയുടെ ഭാഗമായാണ് സുഗതനെതിരെ പോലീസ് കേസെടുത്തത്. ഒരു ജനപ്രതിനിധി ഇത്തരം കേസിൽ ഉൾപ്പെട്ട് ജയിലിലാകുന്നത് കോർപ്പറേഷന്റെ ചരിത്രത്തിൽ തന്നെ അപൂർവ സംഭവമായതിനാൽ വിഷയം രാഷ്ട്രീയ ആയുധമാക്കാനാണ് ഭരണപക്ഷത്തിന്റെ തീരുമാനം. സുഗതന് അവധി അനുവദിക്കുന്നതിനെ ശക്തമായി എതിർക്കാൻ LDF-ഉം UDF-ഉം തീരുമാനിച്ചിട്ടുണ്ട്. കോർപ്പറേഷനിൽ ഇരു മുന്നണികൾക്കും ഒരു സ്വതന്ത്ര ഉൾപ്പെടെ 50-ൽ അധികം അംഗങ്ങളുടെ പിന്തുണ ഉള്ളതിനാൽ ബി.ജെ.പിയുടെ നീക്കം എളുപ്പമാകില്ല. സുഗതനെ അയോഗ്യനാക്കാനുള്ള ശുപാർശ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാൻ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്താനാണ് തീരുമാനം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മികച്ച മുന്നേറ്റം നടത്തിയ ബി.ജെ.പിക്ക് ഒരു അംഗത്തെ നഷ്ടപ്പെടുന്നത് വലിയ തിരിച്ചടിയാകും. അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ബി.ജെ.പി. അംഗങ്ങൾ കൗൺസിലിൽ ശക്തമായ ഒരു പ്രതിഷേധം ഉയർത്തും. അയോഗ്യനാക്കപ്പെടുന്നത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്നാണ് കൗൺസിൽ സ്ഥാനം നിലനിർത്താനുള്ള പ്രതിരോധ തന്ത്രങ്ങളാണ് ബി.ജെ.പി. ക്യാമ്പിൽ ഒരുങ്ങുന്നത്. ഇപ്പൊ സുഗതനെ അയോഗ്യയാക്കി കഴിഞ്ഞാൽ അത് ബി.ജെ.പിക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയായി മാറാനുള്ള സാധ്യത ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള മറുതന്ത്രങ്ങളാണ് ബി.ജെ.പി. ക്യാമ്പിൽ ഇപ്പോൾ ഒരുങ്ങുന്നത്. സമാനമായ സംഭവം അടുത്തിടെ പാലക്കാട് നഗരസഭയിൽ നടന്നിട്ടുണ്ട്. അവിടെ തുടർച്ചയായി യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്ന കോൺഗ്രസ് കൗൺസിലിനെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തിയതോടെ നഗരസഭാ സെക്രട്ടറി വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയ്ക്ക് വിട്ടു. ഈ വിഷയം ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലും LDF-ഉം UDF-ഉം രംഗത്ത് വരുന്നത്. പാലക്കാട് നഗരസഭയിലെ നടപടിക്രമങ്ങൾ തിരുവനന്തപുരത്തും ആവർത്തിക്കണമെന്ന് ശബരിനാഥും ദീപക്കും തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കൾ ഇന്നലെ തന്നെ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമപരമായ പോരാട്ടത്തിലൂടെ സുഗതനെ പുറത്താക്കാനാണ് ഇവരുടെ നീക്കം. അതേസമയം കൗൺസിൽ യോഗത്തിൽ എന്ത് തീരുമാനമുണ്ടായാലും വിഷയം കോടതി കയറാനാണ് സാധ്യത. അവധി അപേക്ഷ തള്ളുകയോ അയോഗ്യത കൽപ്പിക്കുകയോ ചെയ്താൽ ബി.ജെ.പിയും സുഗതനും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും.